ചെയ്തതിനും ദുബായ് സേവനം സെൻറ്റർ ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ മാസം ഒക്ടോബർ എന്ന് പറഞ്ഞ ഈ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടിയിട്ട് നീക്കി വെച്ച ഒരു മാസത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെ ഇതിന് ഒരു ഭാഗമാക്കിയതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ മിസ്സസ് മിനി ബാബു, എനിക്കിപ്പോൾ അവരെ 18 വർഷമായിട്ട് അറിയാം. ആദ്യം ഒരു പേഷ്യൻ്റായിട്ട് പരിചയപ്പെട്ടു, ഹസ്ബൻഡ് മിസ്റ്റർ ബാബു, ഇപ്പോൾ സുഹൃത്തുക്കളായി. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവർ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ഞാനപ്പോൾ എൻ്റെ ഇതിലോട്ട് പോകാം. എനിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട് ബ്രസ്റ്റ് ഡിസീസസിനെ പറ്റി. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ മാസം തന്നെ നമ്മൾ നീക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ സ്ത്രീകൾ യൂഷ്വലി എന്താ പറ്റുക, നമ്മുടെ കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾ എപ്പോഴും ലാസ്റ്റ് പ്രയോറിറ്റിയെ കൊടുക്കാറുള്ളൂ അല്ലേ? ഞങ്ങൾ വിചാരിക്കും ഓക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി അല്ലെങ്കിൽ മക്കളുടെ പഠിത്തം, പരീക്ഷ, അതൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ സ്വയം കാര്യങ്ങൾ എപ്പോഴും ലാസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവൻ ഈ ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. അപ്പം എനിക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, അപ്പം അത് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. കാണാമോ എല്ലാവർക്കും? കാണാം. ഓക്കെ. സോ ബ്രസ്റ്റ് ഡിസീസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ബ്രസ്റ്റ് ക്യാൻസർ കേട്ടോ. പലർക്കും ഈ ബ്രസ്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടൻ ഇപ്പോൾ മീഡിയ, പിന്നെ ഈ അവയർനെസ് കാരണം എല്ലാവർക്കും ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ഇപ്പോൾ ഒരു അവയർനെസ് സ്ത്രീകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ബ്രസ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടൻ അവർ പേടിച്ചു പോകും, അയ്യോ എനിക്ക് ക്യാൻസർ ആണ്, ഒളിച്ചു വെക്കും, അങ്ങനെയൊക്കെ. പിന്നെ ചെക്കപ്പ് ചെയ്യാൻ പോവില്ല. ഇപ്പം ഇന്നത്തെ ഒരു ടോക്ക് വഴി എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഒരു സന്ദേശം, എല്ലാ സിംറ്റംസ്, ബ്രസ്റ്റിൽ വരുന്ന എല്ലാ അസുഖങ്ങളും ക്യാൻസർ അല്ല, പേടിക്കേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, ബ്രസ്റ്റിൽ എന്തൊക്കെ കംപ്ലയിൻസ്, എന്തൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ പ്രയാസങ്ങൾ, അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ക്യാൻസറുടെ ലക്ഷണങ്ങളാണോ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ മലയാളം ഞാൻ പറയുമ്പോൾ ഭയങ്കര ഹൈ ക്വാളിറ്റി മലയാളം ആയിരിക്കില്ല. ഞാൻ മലയാളിയാണ്, ബോംബെയിലാണ് പഠിച്ചതൊക്കെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് MBBS ചെയ്തത്. അപ്പോൾ മലയാളം സംസാരിക്കും, പക്ഷെ എന്നാലും ക്ഷമിക്കുക, ഇഫ് ദർ ആർ എനി വലിയ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കും കേട്ടോ. ഇറ്റ്സ് ഓക്കെ റൈറ്റ്? കുഴപ്പമില്ല. ഓക്കെ. അപ്പം ഇത് ബ്രസ്റ്റിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രസ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനുള്ള ഒരു മെയിൻ ഓർഗനാണ്. ബ്രസ്റ്റ് എന്ന് വെച്ചിരുന്നാൽ മെയിൻലി അത് ഫാറ്റി ടിഷ്യൂ ഇട്ടാണ്, മെയിൻ കണ്ടന്റ് ഫാറ്റി ടിഷ്യൂ ആണ്. പിന്നെ ഗ്ലാൻഡുലർ ടിഷ്യൂ, ഗ്ലാൻഡിലാണ് മിൽക്ക് ഉണ്ടാവുന്നത്. ഒരു ബ്രസ്റ്റിൽ ഒരു 15 തൊട്ട് 20 ലോബ്യൂൾസ് ഉണ്ട്. എന്നിട്ട് അത് ഡക്റ്റ് വഴി നമ്മുടെ നിപ്പിളിൽ വന്ന് എൻഡ് ചെയ്യും. അപ്പം നമ്മുടെ നിപ്പിളിൽ ഒരു 15 തൊട്ട് 20 ഓപ്പണിങ്സ് ഉണ്ടാവും. ഇങ്ങനെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ. കോമൺ ആയിട്ട് ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന രോഗലക്ഷണങ്ങൾ ബ്രസ്റ്റിനെ സംബന്ധിച്ച് ഒന്ന് പെയിൻ, വേദന, പിന്നെ ലംപ്, മുഴ, സ്വെല്ലിങ്, പിന്നെ നിപ്പിളിന് ഡിസ്ചാർജ്. ഈ പെയിൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് പെയിൻ ഉണ്ട്. ഒന്ന് സൈക്ലിക്കൽ, പിന്നെ നോൺ സൈക്ലിക്കൽ. സൈക്ലിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ പീരിയഡ്സ്, അത് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരിയഡ്സിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ എല്ലാ മാസവും മെൻസസിന് തൊട്ട് മുമ്പേ പെയിൻ ഉണ്ടാവാം, നിപ്പിളിൽ കുറച്ച് ടെൻഡർനെസ് ഉണ്ടാവാം, ബ്രസ്റ്റ് ഇച്ചിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്യാം. ഇതൊക്കെയാണ് ജസ്റ്റ് ബിഫോർ പീരിയഡ്സ്. ഇതിനെ നമ്മൾ സൈക്ലിക്കൽ പെയിൻ എന്ന് പറയും. പിന്നെ നോൺ സൈക്ലിക്കൽ പെയിൻ, ബ്രസ്റ്റ് നമ്മുടെ പീരിയഡ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. സൈക്ലിക്കൽ ആണോ നോൺ സൈക്ലിക്കൽ ആണോ എങ്ങനെ മനസ്സിലാക്കുക? നത്തിങ് ഗ്രേറ്റ്, നമ്മുടെ പീരിയഡ്സിൻ്റെ ഡേറ്റ് നമ്മൾ ഒരു ബ്രസ്റ്റ് പെയിൻ ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം പലപ്പോഴും സ്ത്രീകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് പീരിയഡ്സിന് മുമ്പേ, പീരിയഡ്സിൻ്റെ ഡേറ്റ് പോലും ഓർക്കാറില്ല. സോ ദേ വിൽ ബി തിങ്കിങ് ഇന്ന ദിവസം അങ്ങനെ. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലണ്ടർ എടുക്കുക, പീരിയഡ്സിൻ്റെ ഡേറ്റ് റെഡ് ഇങ്കിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട്
പെയിൻ ഉള്ള ദിവസങ്ങൾ വേറൊരു ഇങ്ക്, ബ്ലൂവോ ബ്ലാക്ക് ഇങ്കിൽ മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു 3-4 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ചാർട്ട് കാലണ്ടർ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പെയിൻ സൈക്ലിക്കലാണോ നോൺ സൈക്ലിക്കലാണോ. ഓക്കെ, സൈക്ലിക്കൽ ബ്രസ്റ്റ് പെയിൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഡ്യൂ ടു അബ്നോർമാലിറ്റി ഇൻ ദ നോർമൽ ഡെവലപ്മെന്റ് ആൻഡ് ഇൻവല്യൂഷൻ ഓഫ് ബ്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് എവ്രി മന്ത് നമ്മുടെ ഈ ഓവുലേഷൻ എന്ന് വെച്ചാൽ എഗ് പൊട്ടി വരുന്ന ആ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രസ്റ്റിന്റെ ഗ്ലാൻഡിൽ ചേഞ്ചസ് വരും. അത് കുറച്ച് വലുതാവും. ഇൻ ആൻറ്റിസിപ്പേഷൻ ഇപ്പോൾ പ്രഗ്നൻസി നടക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചോണ്ട് എന്ന് ആ ഒരു ആൻറ്റിസിപ്പേഷനിൽ ബ്രസ്റ്റിലെ ഗ്ലാൻഡിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും. എന്നിട്ട് പ്രഗ്നൻസി നടക്കാതെ പീരിയഡ്സ് വരുമ്പോഴത്തേക്കും ഈ ചേഞ്ചസ് വരുന്ന തിരിച്ച് നമ്മുടെ നോർമൽ സ്റ്റേറ്റിലേക്ക്. ഇപ്പൊ എല്ലാ ഭാഗത്തും ബ്രസ്റ്റിന്റെ എല്ലാ ഭാഗത്തും ഇത് തിരിച്ച് ആ 0 ലെവലിൽ എത്തില്ല. അത് ചില സ്ഥലത്ത് കുറച്ച് വലുതായിട്ട് അങ്ങനെ ഇരിക്കും, അടുത്ത മാസം പിന്നെയും വലുതാവും. ഇങ്ങനെ പോയിട്ടാണ് യു ഗെറ്റ് മൾട്ടിപ്പിൾ ചെറിയ ചെറിയ സോളിഡ് കട്ടികൾ, സിസ്റ്റ്, ഫ്ലൂയിഡ് നിറഞ്ഞതൊക്കെ വരും. ഇതിന് ഫൈബ്രോയിഡിനോസിസ് അല്ലെങ്കിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്ന് പറയും. ഈ കണ്ടീഷൻ ഇത് കാരണമാണ് പെയിൻ വരുന്നത്. ഈ കണ്ടീഷനാണ് ബ്രസ്റ്റ് പെയിൻ വരുന്നത്. ഇതിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒരു ക്യാൻസറിന്റെ ലക്ഷണമോ അങ്ങനെ പേടിക്കേണ്ട ഒന്നുമില്ല. വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ആ പീരിയഡിൽ നല്ല വെൽ ഫിറ്റിംഗ് ബ്രാ ഇടുക. രാത്രിയും ഇടാം, ബിക്കോസ് ചില ആളുകൾക്ക് വലിയ ബ്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ പെയിൻ വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് പൊസിഷൻ. അപ്പോൾ നോർമലി നൈറ്റിൽ ലൂസാക്കി ഇടാം, പക്ഷേ ഈ പെയിൻ ഉള്ള സമയത്ത് ഡേ ആൻഡ് നൈറ്റ് നല്ല വെൽ ഫിറ്റിംഗ് ബ്രാ. ഈ പീരിയഡ്, പ്രീ മെൻസ്ട്രൽ പീരിയഡിൽ ഫ്രൈഡ് ഫുഡ്, ഫാറ്റി ഫുഡ്, ഉപ്പ് ഇതൊക്കെ ഇച്ചിരി കുറയ്ക്കുക. പിന്നെ കെഫീനുള്ള സാധനങ്ങൾ, കോഫി, കോക്ക്, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. സ്മോക്കിംഗ് ആൻഡ് എനിവേ നല്ലതല്ല, അത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ റെഗുലർ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില സ്ത്രീകൾക്ക് ഇതൊക്കെ ചെയ്താലും പെയിൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ഈവനിങ് പ്രിംറോസ് ഓയിൽ എന്ന് പറഞ്ഞാൽ അത് ക്യാപ്സ്യൂളായിട്ട് നമുക്ക് കിട്ടും, അത് കഴിക്കാം പെയിൻ റിലീഫിന് വേണ്ടിയിട്ട്. കുറച്ചും കൂടെ പെയിൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അനാൽജസിക്സ്, പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുക്കേണ്ടി വരും. സിവിയർ പെയിൻ ഉള്ള കേസസിൽ ഡോക്ടേഴ്സ് നമ്മൾ ഹോർമോണൽ ടാബ്ലറ്റ്സ് ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. നോൺ സൈക്ലിക്കൽ പെയിൻ, ഈ പീരിയഡ്സിൻ്റെ കൂടെ റിലേഷൻ ഇല്ലാത്ത പെയിൻ, ഇത് വരുന്നത് കുഡ് ബി ഇൻഫെക്ഷൻ കാരണം വരാം. എസ്പെഷ്യലി ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സ്ത്രീകൾക്ക് പാല് കെട്ടിക്കിടന്നിട്ട് അത് പഴുത്ത് ഇൻഫെക്ഷൻ വരാം. അല്ലാതെ ഇപ്പം ബ്രസ്റ്റിലാവുന്നതല്ല, സ്കിന്നിൽ തന്നെ പലരും വന്ന് ബ്രസ്റ്റിൽ മുഴയുണ്ട്, പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ബ്രസ്റ്റിൻ്റെ അല്ല, അത് സ്കിന്നിൽ നിന്നായിരിക്കും. ബ്രസ്റ്റിലുള്ള സ്കിൻ അങ്ങനെ ചിലപ്പോൾ പിമ്പിൾ പോലെ വന്നിട്ട് അത് പഴുത്ത് അങ്ങനെ ഇൻഫെക്ഷൻ കാരണം വരാം. പിന്നെ ചിലപ്പോൾ ട്രോമ എന്ന് വെച്ചാൽ അറിയാതെ നമ്മൾ എവിടെയെങ്കിലും തട്ടി, കഥകോ അല്ലെങ്കിൽ കുട്ടികൾ ചവിട്ടെ എന്തെങ്കിലും അറിയാതെ ഒരു തട്ട് പറ്റി, അപ്പോൾ ഒന്ന് തട്ടി തുടച്ച് അങ്ങ് പോകും, പക്ഷേ ആ ഉള്ളിൽ ചിലപ്പോൾ ബ്ലഡ് കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അത് കാരണം പെയിൻ വരാം. പിന്നെ കോസ്റ്റോകോൺഡ്രൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് ബോൺ ഉണ്ട് നടുക്ക്, അവിടെ നിന്നാണ് നമ്മുടെ വാരിയല് വരുന്നത്. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ആ ജംഗ്ഷനെ കോസ്റ്റോകോൺഡ്രൽ ജംഗ്ഷൻ എന്ന് പറയും. ആ ജോയിന്റിൽ മറ്റ് ജോയിന്റ്സിൽ വരുന്ന നീരും ആർത്രൈറ്റിസ് പോലെ അവിടെ വരും, അതിനെയാണ് കോസ്റ്റോകോൺഡ്രൈറ്റിസ് എന്ന് പറയുന്നത്. സ്ത്രീകൾ എൻ്റെ അടുത്ത് ബ്രസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞു വരും, ഞാൻ നോക്കുമ്പോൾ അത് കോസ്റ്റോകോൺഡ്രൈറ്റിസ് ആണ്. അതിന് പെയിൻ കില്ലേഴ്സ്, ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് ഒക്കെ കഴിച്ചാൽ മതി, പ്രത്യേകിച്ചൊന്നും വേറെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ മസ്കുലർ പെയിൻ, അധികമായിട്ട് എക്സസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ബാക്കിൽ പെക്ടറൽ മസിൽസ് ഉണ്ട്, ഈ മസിൽസിൽ സ്ട്രെയിൻ വരാം, അത് കാരണവും പെയിൻ വരാം. ഈ പെയിൻ ഒന്നും പീരിയഡ്സിനോട് റിലേറ്റഡ് അല്ല. ലംപ് മുഴ ബ്രസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ലംസും ക്യാൻസർ അല്ല, മെജോറിറ്റി ലംസും ക്യാൻസർ അല്ല. അതാണ് ബിനൈൻ എന്ന് വെച്ചാൽ ക്യാൻസർ അല്ലാത്തത്, മാലിഗ്നന്റ് എന്ന് വെച്ചാൽ ക്യാൻസർ. ഇത് ജസ്റ്റ് ഫ്യൂ പിക്ചേഴ്സ്. ആദ്യത്തേതാണ് ഇൻഫെക്ഷൻ. ഈ ഇൻഫെക്ഷൻ ഇത് കണ്ടോ, രണ്ട് ബ്രസ്റ്റിലും നമ്മുടെ സാധാരണ ബോഡിയിൽ വേറെ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ വരുന്നത് പോലെ തന്നെ ഇവിടെ റെഡ്നെസ് ഉണ്ട്, ചുമന്നിരിപ്പുണ്ട്, നീരുണ്ട്, ഇതൊക്കെ പഴുത്തിരിക്കുന്നത് പോലെ കാണാമല്ലോ രണ്ട് ബ്രസ്റ്റിലും. ഇത് ഇൻഫെക്ഷൻ ആണ്. ഇത് ആബ്സസ് ആവും, പഴുപ്പാവും, ചിലപ്പോൾ നമ്മൾ പഴുപ്പ് എടുത്ത് കളയേണ്ടി വരും, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടി വരും. പിന്നെ നെക്സ്റ്റ് ബിനൈൻ ഫൈബ്രോയിഡിനോമ. ഇത് ഒരു സോളിഡ് കട്ടി ആണ് ബ്രസ്റ്റിൽ. ഇത് സാധാരണ യങ് പ്രായം കുറഞ്ഞ സ്ത്രീകളിലാണ് കാണാറുള്ളത്. ഇത് മൊബൈലായിരിക്കും, മൂവ് ചെയ്യും, നമ്മളിങ്ങനെ ബ്രസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് നല്ലോണം മൂവ് ചെയ്യും. അതുകൊണ്ട് ഇതിന് നമ്മൾ മൗസിൻ്റെ ബ്രസ്റ്റ് എന്നും പറയും, കാരണം അത് നല്ലോണം മൂവ് ചെയ്യുന്നതാണ്. പെയിൻ ഉണ്ടാവില്ല,
പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് ക്യാൻസർ അല്ല. ചില സ്ത്രീകൾക്ക് അത് കുറച്ച് വലുതാവും, അങ്ങനെയാണെങ്കിൽ ചിലപ്പം നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ടി വരും. പക്ഷെ പേടിക്കാനുള്ള ഒരു കാര്യമല്ല. പിന്നെ സിസ്റ്റ്, മറ്റേ അടുത്ത പിക്ചറിൽ കാണാം സിസ്റ്റ്. അത് സിസ്റ്റ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ആയിരിക്കും ഉള്ളിൽ. അത് മൾട്ടിപ്പിൾ സിസ്റ്റ് ആയിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റി എന്ന് പറഞ്ഞില്ലേ, അബ്നോർമാലിറ്റി ഇൻ സൈക്ലിക്കൽ പെയിൻ, അതിൽ മൾട്ടിപ്പിൾ സിസ്റ്റ് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് അല്ലെങ്കിൽ സോളിറ്ററി സിംഗിൾ സിസ്റ്റ് ആയിട്ട് വരാം. ഇതൊക്കെ ബിനൈൻ ആണ്, ക്യാൻസർ അല്ല. അടുത്തത് നിപ്പിൾ ഡിസ്ചാർജ്. നിപ്പിളിന് ഡിസ്ചാർജ് മിൽക്കി ആവാം, വൈറ്റ് ആൻഡ് മിൽക്കി. ഇത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ, പിന്നെ പ്രഗ്നൻസിയുടെ ലേറ്റ് സ്റ്റേജസിലൊക്കെ പാല് മിൽക്കി വൈറ്റിഷ് ഡിസ്ചാർജ് വരാം, അല്ലെങ്കിൽ മിൽക്ക് വരാം. ചില സ്ത്രീകളിൽ പ്രഗ്നൻസി ഒന്നും ഇല്ലാതെ ബ്രസ്റ്റ് ഫീഡ് ഒന്നും ചെയ്യാത്ത സമയം ചിലപ്പോൾ മിൽക്കി ഡിസ്ചാർജ് വരും. അത് അങ്ങനെ വരുമ്പോൾ ഡോക്ടറിനെ പോയി കാണിക്കണം. കാരണം അത് ക്യാൻസറിന്റെ ലക്ഷണമല്ല, പക്ഷേ അത് ചില കേസസിൽ നമ്മുടെ ബ്രെയിനിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഒരു ചെറിയ മൈക്രോഡിനോമ എന്ന് പറഞ്ഞ ട്യൂമർ കാരണം പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടും. ഈ ഹോർമോൺ കൂടുമ്പോൾ മിൽക്കി ഡിസ്ചാർജ് വരും. അതുകൊണ്ട് മിൽക്കി ഡിസ്ചാർജ് ഇപ്പോൾ പ്രഗ്നൻസിയോ ബ്രസ്റ്റ് ഫീഡ് ഒന്നും ചെയ്യാത്ത സമയത്ത് വരികയാണെങ്കിൽ ഡോക്ടറിനെ പോയി കാണിക്കണം. ഗ്രീനിഷ് ഓർ യെല്ലോ കളർ ഡിസ്ചാർജ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈക്ലിക്കൽ ബ്രസ്റ്റ് പെയിൻ, ആൻറ്റി ഫൈബ്രോയിഡിനോസിസ്, ആ കണ്ടീഷനിൽ ഒരു ക്ലിയർ ഗ്രീനിഷ് കളറോ യെല്ലോ കളർ ഡിസ്ചാർജ് വരാം. അത് പേടിക്കേണ്ട ആവശ്യമുള്ളതല്ല. ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ്, ഇത് വരുമ്പോൾ നമ്മുടെ ആൻറ്റിനെ പൊങ്ങണം. കാരണം ക്യാൻസറിൻ്റെ ഒരു രോഗലക്ഷണമാണ് ഈ ബ്ലഡ് സ്റ്റെയിൻ ബ്ലഡ് ഡിസ്ചാർജിൽ ഉണ്ടെങ്കിൽ. എല്ലാ ബ്ലഡ് സ്റ്റെയിനും ക്യാൻസർ ആണ്. ചില കണ്ടീഷൻസ് ഉണ്ട്, ഡക്ക് പാപ്പിലോമ എന്നൊക്കെ പറയും, അതിലും ബ്ലഡ് സ്റ്റെയിൻ വരാം. പക്ഷേ ക്യാൻസറിൻ്റെ ഒരു രോഗലക്ഷണമാണിത്. അതുകൊണ്ട് ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് നിപ്പിളിന് വന്ന ഉടനെ ഡോക്ടറിനെ പോയി കാണിക്കണം. കമ്മിങ് ടു ബ്രസ്റ്റ് ക്യാൻസർ. ക്യാൻസർ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാവോ? യൂഷ്വലി എനിക്കൊരു ഓപ്പൺ ഫിസിക്കൽ മീറ്റിംഗ്, അതിൽ ഞാനിങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ ആക്കും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക, ആൻസർ പറയും, കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇതിപ്പോൾ ഒരു ഇങ്ങനെ ഒരു വെബിനാർ ആയതുകൊണ്ട് പറ്റത്തില്ല. എന്നാലും ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അൺകൺട്രോൾ ഗ്രോത്ത് ഓഫ് സെൽസ് എന്ന് വെച്ചാൽ സെൽസ് ഗ്രോ ചെയ്യുന്ന ഒരു കൺട്രോൾ ഇല്ലാതെ നമ്മുടെ ബോഡിയിൽ സെൽസ് എല്ലാം ഒരു ഡിസിപ്ലിൻഡ് ഓർഡറിലാണ് ഗ്രോ ചെയ്യുന്നത്. ആ ഡിസിപ്ലിൻ ഇല്ലാതെ ആകുമ്പോൾ, അതൊരു കൺട്രോൾ ഇല്ലാതെ വളരുമ്പോൾ, അതിനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ടാണ്? കാരണം ലേഡീസിൽ വൺ ഓഫ് ദ ലീഡിങ് കോസ് ഓഫ് ഡെത്ത്, മരണത്തിനുള്ള ഏറ്റവും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലീഡിങ് കോസ് ആണ്, കാരണമാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ. അതുകൊണ്ടാണ് അതിന് ഇത്രയും മീഡിയയും ഇത്രയും നമ്മളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. 8 വിമനിൽ 8 സ്ത്രീകൾ, അതിപ്പോൾ ഈ വർഷം ഇപ്പം മാറി, 7 സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ അവരുടെ ലൈഫ് ടൈമിൽ വന്നിരിക്കും. അത്രയ്ക്ക് കോമൺ ആയി മാറിയിരിക്കുകയാണ് ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ ഇതിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. 10 വിമനിൽ ഏർലി ഡയഗ്നോസ് ചെയ്ത 10 സ്ത്രീകളിൽ ഏർലി ട്രീറ്റ്മെൻറ്റ് ചെയ്ത 9 പേരും നമുക്ക് 5 വർഷം കഴിയുമ്പോൾ ഡിസീസ് ഫ്രീ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഏർലി ഡയഗ്നോസ് ചെയ്ത് നേരത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത 10 സ്ത്രീകളിൽ 9 സ്ത്രീകളെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൈ ഏർലി ഡയഗ്നോസിസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിൻ്റെ ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ്. ആർക്കൊക്കെയാണ് ക്യാൻസർ വരാൻ സാധ്യതയുള്ളത്? റിസ്ക് ഫാക്ടേഴ്സ്. അത് മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, മൈനർ റിസ്ക് ഫാക്ടേഴ്സ്. മേജറായിട്ടും ഉള്ളത്, ഒന്ന് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്, എസ്പെഷ്യലി മദർ അല്ലെങ്കിൽ സിസ്റ്റർ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, അതും അവർക്ക് 40 വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ അവർക്ക് ക്യാൻസർ, ചെറിയ പ്രായത്തിൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ ലേഡിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ അധികമാണ്. ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ, ഓവറീസിൽ ക്യാൻസർ ഒരു സ്ത്രീക്ക് വന്നിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു ബ്രസ്റ്റിൽ വന്നാൽ മറ്റേ ബ്രസ്റ്റിൽ ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ദർ ഇസ് BRCA1 and 2 എന്ന് പറഞ്ഞ ജീൻ മ്യൂട്ടേഷൻസ് ഉണ്ട്. അത് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീൻ മ്യൂട്ടേഷൻ ഉള്ള സ്ത്രീകൾക്ക് ക്യാൻസർ വരാൻ, അതും ചെറിയ പ്രായത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതൽ. നമുക്കൊക്കെ ഇപ്പോൾ അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം, ആഞ്ചലിന ജോളി, അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഫാമിലിയിൽ. അതുകൊണ്ട് അവർ 2 ബ്രസ്റ്റും ഓവറിയും ഒക്കെ എടുത്തു കളഞ്ഞു. കാരണം അവർക്ക് അങ്ങനെ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അത് പിന്നെ അടുത്തത്, ചില സ്ത്രീകൾ വെൻ ദേ ആർ യങ് അഡോളസൻസ്, അപ്രായമാകുന്ന ഏജിന് ചെറിയ കുട്ടികളായിരുന്ന പ്രായത്തിൽ ചെസ്റ്റിൽ വേറെ എന്തെങ്കിലും ക്യാൻസറിന് റേഡിയേഷൻ തെറാപ്പി, റേഡിയേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലേഡീസിന്
ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് ഹൈ ആണ്. പിന്നെ ദർ ആർ സം മൈനർ റിസ്ക് ഫാക്ടേഴ്സ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റോ ഫൈബ്രോഡിനോമ എന്തെങ്കിലും ഉണ്ട്, അത് ചില ടൈപ്പ് അത് പ്രീ ക്യാൻസർ, അതിൽ കുറച്ച് നാൾക്ക് ശേഷം അത് ക്യാൻസറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ, കുട്ടികളെ പ്രസവിക്കാത്ത സ്ത്രീകൾ, അവർക്ക് ചാൻസ് കൂടുതലാണ്. ആദ്യത്തെ കൊച്ച് 35 വയസ്സിന് ശേഷം ആണ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ചാൻസ് കുറച്ച് കൂടുതലാണ്. വിമൻ പ്രായമായത് 11 വയസ്സിന് മുമ്പേ, മെൻസ് പെനോപോസ് ആവുന്നത് 55 വയസ്സിന് ശേഷം ആണെങ്കിൽ അവർക്ക് ചാൻസ് ഇച്ചിരി റിസ്ക് കൂടുതലാണ്. കാരണം നമ്മുടെ ബോഡി, ബ്രസ്റ്റ് ഈ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിന് വേണ്ടിയിട്ട് കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട്, കാരണം ഈ ഈസ്ട്രജൻ ഹോർമോൺ കുറച്ചൊരു നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു വളം പോലെയാണ്. അതുകൊണ്ട് അത് ബ്രസ്റ്റ് എക്സ്പോസ്ഡ് ആണ് കൂടുതൽ ഈ ഹോർമോൺ. അങ്ങനെ അതുകൊണ്ട് ഈ ലേഡീസിന് കുറച്ച് ചാൻസ് കൂടുതൽ. പിന്നെ സ്ത്രീകളെ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വിത്ത് ഹോർമോൺ മാനിപ്പുലേഷൻസ്, പിന്നെ പിൽസ് ഒരുപാട് അധികം നാളെടുത്തിട്ട് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, ഈ മെനോപോസിന് ശേഷം ചിലപ്പോൾ ഈസ്ട്രജൻ ടാബ്ലറ്റ്സ് 5 വർഷത്തിന് ശേഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നല്ലതല്ല. അവർക്കൊക്കെ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അമിതമായ വണ്ണം, ഒബീസിറ്റി, എക്സസൈസ് ഇല്ലാതെ ഒരു ലൈഫ് സ്റ്റൈല്, പിന്നെ ആൽക്കഹോൾ ഒരുപാട് ആണെങ്കിൽ സ്മോക്കിംഗ്, ഓഫ് കോഴ്സ് അതല്ലേ ഒരുപാട് ക്യാൻസേഴ്സിന് വേണ്ടി സ്മോക്കിംഗ് ഒരു കോസാണ്. ഈ ഒരു പടം ഞാൻ ഇട്ടത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെൽസ് എല്ലാം ഡിസിപ്ലിൻഡ് ആയിട്ട് വളരുന്നത് ആദ്യത്തെ ഡയഗ്രാം ആണത്. അതിൽ സെൽസ് ഒക്കെ കണ്ടോ, എന്ത് ഡിസിപ്ലിൻ ആയിട്ട് ഭംഗിയായിട്ടിരിക്കുന്നു, അതാണ് ഒരു നോർമൽ. അടുത്തതിൽ അത് ഡക്റ്റിനകത്ത് സെൽസ് എങ്ങനെ ഗ്രോ ചെയ്യാൻ തുടങ്ങി, ഒരു ലിമിറ്റ് ഇല്ലാതെ, ഒരു കൺട്രോൾ ഇല്ലാതെ ഗ്രോ ചെയ്യുന്നു. ഇത് കാർസിനോമ ഇൻസിറ്റു എന്ന് പറയും. ഇൻസിറ്റു എന്ന് വെച്ചാൽ ഇതുവരെ സെൽ മെമ്പറൈൻ പൊട്ടിയിട്ടില്ല, അതിനകത്ത് തന്നെ നിപ്പുണ്ടെല്ലാം, അതിന് ഇൻസിറ്റു എന്ന് പറയും. അടുത്ത സ്റ്റേജ് ആണ് ഇൻവേസീവ്. ഓൾറെഡി മെമ്പറൈൻ പൊട്ടി സെൽസ് വെളിയിലോട്ട് വന്നു എന്ന് വെച്ചാൽ അടുത്ത സെൽസിലോട്ട് ഇൻവേഡ് ചെയ്ത് തുടങ്ങി. ഇത് ഇൻവേസീവ് ഡക്ട് കാർസിനോമ. നെക്സ്റ്റ് പിക്ചറിൽ കാണാം, ബ്രസ്റ്റിൽ ഇത് ഇൻവേസീവ് വെളിയിൽ പൊട്ടി വന്നിട്ട് ലിംഫാറ്റിക്സ് വഴി കഴലയിലോട്ട് പോകുന്നു, ലിംഫ് നോഡിലോട്ട്. ഇപ്പൊ മെയിൻലി ബ്രസ്റ്റിന് ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്ന ഒന്ന് ലിംഫാറ്റിക്സ്. ഈ ലിംഫാറ്റിക്സ് ഇപ്പൊ ഈ ഡയഗ്രാമിൽ കാണുന്നത് പോലെ ലിംഫാറ്റിക്സ് വഴി നമ്മുടെ ആംപിറ്റ്, ആക്സില കക്ഷത്തിലുള്ള ലിംഫ് നോഡിലോട്ടാണ് ആദ്യം പോകുന്നത്. പിന്നെ ബ്ലഡ് വഴിയും വേറെ വേറെ അവയവങ്ങളോട്ട് പോകാം. ഇത് ജസ്റ്റ് ഫ്യൂ ഡയഗ്രാംസ് ക്യാൻസറുടെ. ഈ ആദ്യത്തെ പിക്ചറിൽ ഈ ലേഡിയുടെ ലെഫ്റ്റ് സൈഡ് നിപ്പിൾ കണ്ടോ, നിപ്പിൾ മേരിയുള്ള ഒരു റെഡ് കളറായിട്ടിരിക്കുന്ന, ഇതിന് നമ്മൾ പേജസ് ഡിസീസ് ഓഫ് നിപ്പിൾ എന്ന് പറയും. ഇത് ക്യാൻസറാണ്. ഈ സാധാരണ നമ്മുടെ സ്കിന്നിൽ എക്സിമ, ചൊറി ഒക്കെ വരത്തില്ല, അതുപോലെ ഇരിക്കും. അവർക്കൊരു ഇച്ചിങ് കാണും, സ്കിന്നൊക്കെ ചിലപ്പോൾ ഫ്ലേക്ക് ചെയ്യും, പിന്നെ ലിക്വിഡ് പോലെ ഫ്ലൂയിഡ് പോലെയൊക്കെ വരും. പക്ഷെ എക്സിമാറ്റിസ് ഡെർമറ്റൈറ്റിസ് ബ്രസ്റ്റിൽ വരുമ്പോൾ സാധാരണ 2 സൈഡിലും ഒരേപോലെ വരും. ഇത് ഒരു സൈഡിൽ മാത്രം വരികയാണെങ്കിൽ ഡോക്ടറിനെ ഉടനെ കാണിക്കണം, ആൻഡ് അത് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് പേജസ് ഡിസീസ് ഓഫ് നിപ്പിൾ, ക്യാൻസറുടെ ഒരു ലക്ഷണമാണ്. അടുത്തൊരു നിപ്പിൾ കണ്ടോ, ഉള്ളിൽ ക്യാൻസർ, ഇത് ഞാൻ പറഞ്ഞു നിപ്പിൾ ഡിസ്ട്രോയിഡ് ആയിപ്പോയി ക്യാൻസർ വന്നിട്ട്. ഇതിനടുത്തൊരു ഓറഞ്ചിന്റെ തൊലി പോലെ ഇരിപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പോത് ഓറഞ്ച് അപ്പിയറൻസ് എന്ന് പറയും. ഇങ്ങനെ വരുന്നത് ഒരു ലേറ്റ് സ്റ്റേജിലാണ്. 3rd സ്റ്റേജിലൊക്കെ നമ്മൾ സ്കിന്നിലോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു ലുക്ക് വരും. അതേപോലെ ഇൻഫ്ലമേഷൻ ട്രീ കാർസിനോമ, അത് ശരിക്കും ഒരു ഇൻഫെക്ഷൻ പോലെ ഇരിക്കും. നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കത്തില്ലേ തൊലി, നീരൊക്കെ വരുമ്പം അതുപോലെ ഇരിക്കും കാണാൻ. അപ്പം ഡോക്ടേഴ്സും ചിലപ്പോൾ അറിഞ്ഞൂടെങ്കിലും അവർ വിചാരിക്കും ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ച് പലരും ട്രീറ്റ് ചെയ്യും. അത് ഇൻഫ്ലമേറ്ററി കാർസിനോമ എന്ന് പറഞ്ഞൊരു റയർ ടൈപ്പ് ഓഫ് ക്യാൻസർ, ഭയങ്കര ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്യാൻസറാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടാൽ ഉടനെ ഡോക്ടറിനെ പോയി കാണിക്കണം. ഈ ലേഡിക്ക് റൈറ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നിട്ട് ഇത് ബ്രസ്റ്റ് കണ്ടോ മേളിലോട്ട് പുള്ള് ചെയ്തിരിക്കുന്നു. അത് ഉള്ളിൽ നിന്ന് അത് വലിച്ചിട്ട് ആണ് അങ്ങനെ വരുന്നത്. ഇവിടെ അടുത്തത് നിപ്പിളിന്റെ അടിയിൽ ക്യാൻസർ വന്ന് നിപ്പിളിനെ അകത്തോട്ട് വലിച്ചിട്ടുണ്ട്. നിപ്പിൾ ഉള്ളിലോട്ട് പോയത് കണ്ടോ. ഇത് മെഗിൻ ഇൻഫ്ലമേറ്ററി കാർസിനോമ, റെഡ് കളറായിട്ട് ഇരിക്കുന്നു, ഇൻഫെക്ഷൻ പോലെ ഇരിക്കുന്നു, പക്ഷെ അത് ഇൻഫ്ലമേറ്ററി കാർസിനോമ. ഈ പിക്ചേഴ്സൊക്കെ കണ്ടത് ജസ്റ്റ് ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതുപോലത്തെ കേസസ് ഒരുപാട് കാണാറില്ല. കാരണം സ്ത്രീകളെല്ലാം കുറേ അവെയറാണ്, അവരെല്ലാവരും നേരത്തെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കേസസൊക്കെ, ഞാൻ പഠിച്ച കാലം, ഈ ബിഗിനിങ് ഓഫ് മൈ കരിയർ, ഇപ്പം ഞാനൊരു 30 years ആയി, 30 years ആയി. അപ്പോൾ ബിഗിനിങ്ങിനൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെയൊക്കെ കേസസ് കാണാറുണ്ട്. ഇപ്പം ഞങ്ങൾ അത്ര കാണാറില്ല, ബിക്കോസ് എല്ലാവരും അവെയറാണ്, എല്ലാവരും പെട്ടെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്.
അതൊരു നല്ല കാര്യം. Now we come to screening. Screening എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡയഗ്നോസിസ് സ്ക്രീനിങ് രണ്ടാണ്. സ്ക്രീനിങ് എന്ന് വെച്ചാൽ ഒരു രോഗലക്ഷണവും ഇല്ലാത്തപ്പോൾ നമ്മൾ ഒരു രോഗം കണ്ടുപിടിക്കാൻ ആയിട്ട് പോയി ടെസ്റ്റ് ചെയ്യാം. അതിനെയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്കൊരു ലംബ് വന്നു എന്ന് ടെസ്റ്റ് ചെയ്യുന്ന അത് സ്ക്രീനിങ് അല്ല, അത് ഓൾറെഡി ലംബ് ഉണ്ട്, അത് ഡയഗ്നോസിസ്. സ്ക്രീനിങ് എന്ന് വെച്ചാൽ രോഗലക്ഷണം ഇല്ലാത്തപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാം. അതിന് ബ്രസ്റ്റിന് ക്യാൻസറിനുള്ള സ്ക്രീനിങ്ങിന്റെ മെയിൻ തിങ്സ്, ഒന്ന് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, സ്വയം സ്തനപരിശോധന എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടതാണ്. സെക്കൻഡ്, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ എക്സാമിനേഷൻ ബൈ എ ഡോക്ടർ. തേർഡ്, ഇമേജിങ്. ഇമേജിങ്ങിൽ നമുക്ക് മാമോഗ്രാഫി ഉണ്ട്, അൾട്രാസൗണ്ട്. അതിൽ മാമോഗ്രാഫിയാണ് ഹോൾമാർക്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്, കാരണം വളരെ നല്ല റിസൾട്ട്സ് ആണ് അതിൽ വരുന്നത്. സോ മെയിൻ തിങ് ഫോർ സ്ക്രീനിങ് ബ്രസ്റ്റ് സ്വയം സ്തനപരിശോധന, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ആൻഡ് ഇമേജിങ്. ഓക്കെ. ഇതിൽ സ്ക്രീനിങ്ങിന് ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. അത് പല രാജ്യങ്ങൾക്കും വേറെ വേറെ പ്രോട്ടോകോൾസ് ആണ്. ഒരു നമ്മുടെ ഇവിടെ ഫോളോ ചെയ്യുന്നത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, സ്വയം സ്തന പരിശോധന 20 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാ മാസവും ചെയ്തിരിക്കണം. അത് നിങ്ങൾ ഈ ന്യൂസ് എല്ലാവരുടെ അടുത്തും പറയൂ. ഇന്നത്തെ എൻ്റെ മെയിൻ അജണ്ട അത് തന്നെയാണ്, എല്ലാവരെയും അറിയിക്കാൻ. സ്വയം ബ്രസ്റ്റ് എക്സാമിനേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. 20 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ചെയ്തിരിക്കണം. 20 to 20 തൊട്ട് 40 വയസ്സ് വരെ 3 വർഷത്തിലൊക്കെ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറിനെ പോയി ഒന്ന് ബ്രസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യിപ്പിക്കാം. 40 വയസ്സിന് മുകളിലാണെങ്കിൽ എല്ലാ വർഷവും ഡോക്ടറിനെ കൊണ്ട് എക്സാമിൻ ചെയ്യുക. മാമോഗ്രാഫി ഇൻസ്റ്റെഡ് ഒരു 40 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു മാമോഗ്രാഫി ചെയ്തിരിക്കണം, ഒരു ബേസ് ലൈൻ മാമോഗ്രാഫി. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ മാമോഗ്രാഫി എടുക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റും. ഓ, നേരത്തെ ഇല്ലാത്ത പുതിയൊരു ലംബാണിത്, പുതിയൊരു ലീഷനാണ്. അല്ലെങ്കിൽ പണ്ടേ ചെറുപ്പത്തിലേ ഉള്ളത് നോക്കുമ്പോൾ 2 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഓ, ഇതിൽ ചേഞ്ച് ഒന്നും ഇല്ല, ഇത് പഴയതാണ്, അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാമോഗ്രാഫി 1 or 2 ഇയേഴ്സിൽ ഒരിക്കൽ ഒന്ന് ചെയ്യണം. 50 വയസ്സിന് മുകളിൽ എല്ലാ വർഷവും മാമോഗ്രാഫി ചെയ്യുക. ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ബൈ എ ഡോക്ടർ വേണം. ഹൈ റിസ്ക് ലേഡീസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റിസ്ക് കൂടുതലുള്ളവര്, അവര് 30 years to 40 yearsനിടയിൽ സ്ക്രീനിങ് എല്ലാ വർഷവും സ്ക്രീനിങ് തുടങ്ങിയിരിക്കണം. പിന്നെ BRCA 1 and 2 ജീൻ മ്യൂട്ടേഷൻ ഫാമിലിയിലുണ്ട് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ 25 വയസ്സ് തൊട്ട് സ്ക്രീനിങ് തുടങ്ങണം. കാരണം അവർക്ക് 25 years വരെ ആ ഏജ് തൊട്ടേ ചിലപ്പോൾ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു പിക്ചർ ഞാൻ ഇട്ടത് മനസ്സിലാക്കി. ഇപ്പോൾ ഒരിക്കലും സ്വയം ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇല്ല, ഡോക്ടറിനെ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സ്ത്രീ ഇത്രയും വലിയൊരു 1 ഇഞ്ച് സൈസിനുള്ള ഒരു ലംബാണ് അവർ ഫീൽ ചെയ്യുന്നെങ്കിൽ സ്വയം സ്തന പരിശോധന ചെയ്യുന്ന സ്ത്രീ അതിൻ്റെ പകുതി സൈസ് ഉള്ളപ്പോഴേ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എല്ലാ മാസവും നമ്മൾ നമ്മുടെ ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ബ്രസ്റ്റിനെ നല്ലോണം അറിയാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഒന്ന് വന്നാൽ ഉടൻ പിടിക്കാൻ പറ്റും. അതേസമയം ഒരു ഡോക്ടർ പരിശോധിക്കാൻ അതിൻ്റെയും പകുതി സൈസിൽ ഡോക്ടറിനെ പിക്ക് ചെയ്യാൻ പറ്റും. ഡോക്ടറുടെ എക്സ്പീരിയൻസ് കാരണം അവർ ഇത് ഡെയിലി ചെയ്യുന്നതല്ലേ. എന്നാൽ മാമോഗ്രാഫ് ആണെങ്കിലോ 1 സെന്റിമീറ്ററിന് താഴെ കാളും ചെറിയ ലംപിനെ പിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സ്ക്രീനിങ് മാമോഗ്രാഫി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ സ്വയം സ്തന പരിശോധന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും എല്ലാ മാസവും സ്വയം എക്സാമിൻ ചെയ്യണം. എപ്പോഴാണ് നോക്കുന്നത്? നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞ ഉടൻ. കാരണം ബ്രസ്റ്റ് അപ്പം സോഫ്റ്റ് ആയിരിക്കും. ഹിസ്റ്റക്ടമി യൂട്രസ് എടുത്ത സ്ത്രീകൾ, മെനപ്പോസ് ആയ സ്ത്രീകൾ 1 മാസത്തിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെക്കുക, 1-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി. അത് അവർക്ക് സ്വയം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാൻ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. എന്താ ഇതിന് ചെയ്യുന്നത്? നോക്കുക, ഫീൽ ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക. നോക്കുക, നമ്മുടെ കുളിക്കുന്നതിന് തൊട്ട് മുമ്പേ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ വേസ്റ്റ് വരെ ഡ്രസ്സ് അൺഡ്രസ് ചെയ്തിട്ട് കണ്ണാടിയിൽ നിന്ന് കൈ 2 സൈഡിൽ വെച്ച് ആദ്യം നോക്കുക. ഇങ്ങനെ ഹിപ്പിൽ കൈ ഇങ്ങനെ വെക്കുക, പിന്നെ കൈ 2 ഇതുപോലെ പൊക്കിയിട്ടും നോക്കുക. എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു പടത്തിൽ കാണിച്ചില്ല, ഒരു സ്ത്രീയുടെ ബ്രസ്റ്റിനെ. അപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ മസിലോട്ടൊക്കെ ഫിക്സ് ആണെങ്കിൽ അത് ഒരു സൈഡിലോട്ടൊക്കെ ചിലപ്പോൾ വലിയും. എന്താ നോക്കേണ്ടത്? എന്തെങ്കിലും മുഴ പോലെ കാണുന്നുണ്ടോ, സ്കിന്നിൽ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ, നിപ്പിളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, നിപ്പിൾ ഏതെങ്കിലും സൈഡിലോട്ട് മാറി തിരിഞ്ഞു നിൽക്കുന്നോ, ഉള്ളിലോട്ട് വലിച്ചിട്ടുണ്ടോ, ഇങ്ങനത്തെ സാധനം. അതുപോലെ നമ്മുടെ ആംപിറ്റ്സിലും കക്ഷത്തിലും എന്തെങ്കിലും മുഴ കാണുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞ് ഫീലിംഗ്, നമ്മൾ ഫീൽ ചെയ്യുന്നത്.
നമ്മൾ അത് കഴിഞ്ഞ് കുളിക്കാൻ പോകുമ്പോൾ സോപ്പ് ഇടുമ്പോൾ ഫീൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം. അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ കൈ ഈസിലി നമുക്കിങ്ങനെ മൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ബ്രസ്റ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ തലയുടെ മുകളിൽ വെച്ചിട്ട് വലത് ഈ ഭാഗം വെച്ചാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ടിപ്പ് കൊണ്ട് ഫീൽ ചെയ്താൽ എല്ലാവരുടെ ബ്രസ്റ്റിലും മുഴയുണ്ടാവും. ഇങ്ങനെ ഫീൽ ചെയ്താൽ, ഇങ്ങനെയല്ല, നമ്മൾ ഇങ്ങനെ വേണം, റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യണം. ഇങ്ങനെ. അപ്പൊ ഈ ഭാഗം കൊണ്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർ ഈ ഫസ്റ്റ് ഡയഗ്രാമിൽ കണ്ട റൗണ്ട് ആയിട്ട്, അതുപോലെ ഈ സെക്കൻഡ് ഡയഗ്രാം കണ്ടോ, നിപ്പിൾ ഏരിയയുടെ ചുറ്റും ഇങ്ങനെ റൗണ്ട് ആയിട്ട് ചെയ്ത് ഫുൾ ബ്രസ്റ്റ് ഫീൽ ചെയ്യണം. ഇപ്പൊ പാറ്റേൺ ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും റൗണ്ട് തന്നെ ആവണമെന്നില്ല, പക്ഷെ ഫുൾ ബ്രസ്റ്റ് ഫീൽ ചെയ്യണം. എന്നിട്ട് അതേപോലെ ഓപ്പോസിറ്റ് ബ്രസ്റ്റിൽ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് വന്ന് കുളിച്ച് ഡ്രൈ ഒക്കെ ചെയ്ത് വന്ന് കിടക്കണം. കിടന്നുകൊണ്ടും പരിശോധിക്കണം. കാരണം ചിലർക്ക് വലിയ ബ്രസ്റ്റ് ആയിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഹാങ്ങിങ് പെൻഡിലിസ് ആയിരിക്കും. ഇത് നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഈ ബ്രസ്റ്റ് ചാടുന്നല്ല, ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിടക്കുമ്പോൾ ഒരു പില്ലോ അല്ലെങ്കിൽ ഒരു കുഷൻ നമ്മുടെ തോളിൻ്റെ അടിയിൽ വെക്കണം. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് കുറച്ച് മുന്നോട്ട് വന്നിട്ട് ബ്രസ്റ്റ് ബാക്കിലോട്ട് വീഴും. അപ്പോൾ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ റൈറ്റ് ഹാൻഡ് കൈ പൊക്കിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് എക്സാമിൻ ചെയ്യുക, തിരിച്ചു മറ്റേത്. അത് കഴിഞ്ഞ് നിപ്പിൾ സ്ക്വീസ് ചെയ്ത് ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എക്സ്പ്രസിങ്. ലാസ്റ്റിൽ നമ്മുടെ കക്ഷവും എക്സാമിൻ ചെയ്യണം, അവിടെ എന്തെങ്കിലും മുഴയുണ്ടോന്ന്. പലപ്പോഴും എനിക്ക് പേഷ്യൻസ് വന്നിട്ടുണ്ട്, അവർക്ക് ബ്രസ്റ്റിലൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല, ബ്രസ്റ്റും വലുതായിരിക്കും, ഡിഫിക്കൽട്ടാണ് ഫീൽ ചെയ്യാൻ, കക്ഷത്തിൽ ലിംഫ് നോഡ് ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കി അത് ടെസ്റ്റ് ചെയ്ത് പിന്നെ മാമോഗ്രാഫി ചെയ്യുമ്പോൾ വളരെ ചെറിയ ലംപായിരിക്കും ബ്രസ്റ്റിലുള്ളത്, പക്ഷെ ഓൾറെഡി ലിംഫ് നോഡിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ആംപിറ്റും എക്സാമിൻ ചെയ്യണം. ഇങ്ങനെ ഒരു ലംപ് കണ്ടുപിടിച്ചാൽ ക്ലിനിക്കൽ അപ്രോച്ച് നമ്മൾ ട്രിപ്പിൾ അസസ്മെന്റ് ആണ്. ഇത് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് ട്രിപ്പിൾ അസസ്മെന്റ് ആണ് ചെയ്യുന്നത്. ആ ട്രിപ്പിൾ അസസ്മെന്റ് 3 ഭാഗം. ഒന്ന് ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ, ഡോക്ടർ പരിശോധിക്കും. സെക്കൻഡ് ഇമേജിങ്, ഞാൻ പറഞ്ഞില്ലേ, എക്സ്റേ അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, പിന്നെ ബയോപ്സി. ഇതാണ് 3 മെയിൻ സ്റ്റെപ്സ്. ഇമേജിംഗ് എന്ന് പറയുന്ന മാമോഗ്രാഫി, അൾട്രാസൗണ്ട്, MRI. ഇതിൽ മാമോഗ്രാഫി എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിനെ 2 പ്ലേറ്റ്സിനിടയിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യും. കുറച്ച് അൺകംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് പീരിയഡ്സ് കഴിഞ്ഞ സമയത്ത് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ബ്രസ്റ്റ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. അപ്പം മാമോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മുടെ ക്രീംസ് ഒന്നും ഇടാൻ പാടില്ല. ചിലരൊക്കെ ഒരുപാട് ക്രീമും പൗഡറും ഒക്കെ ഇട്ടുണ്ട്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വേറെ ഒന്നും, കുളിച്ച് ക്ലീൻ ആയിട്ട് അങ്ങനെ പോയാൽ മതി. വേറെ ക്രീംസ് ഒക്കെ അതൊക്കെ ഇന്റർഫിയർ ചെയ്യും ഈ റിപ്പോർട്ടിൽ, അത് ശ്രദ്ധിക്കണം. അത് ആരും, പല ഡോക്ടേഴ്സും പോലും പേഷ്യൻസിനോട് ഇത് പറയാറില്ല, പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് 2 മേളിലും താഴോട്ടും പിന്നെ സൈഡ് വാക്കിനും 2 പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്തിട്ട് സോഫ്റ്റ് ടിഷ്യൂ, ലോ റേഡിയേഷൻ, വളരെ ലോ റേഡിയേഷൻ എക്സ്റേ ആണ്. ഇത് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് വളരെ ഇഫക്റ്റീവ്. കാരണം അത് യങ്ങർ ബ്രസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഫേം ആണ്, ഡെൻസ് ആണ്. അപ്പം നമുക്ക് ആ റിസൾട്ട്സ് അത്ര നല്ലോണം കിട്ടാറില്ല. അതുകൊണ്ട് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് സാധാരണ മാമോഗ്രാഫി ചെയ്യാറുള്ളത്. പിന്നെ അൾട്രാസൗണ്ട് യങ്ങർ പീപ്പിളിന് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മാമോഗ്രാഫി യങ്ങർ പീപ്പിളിനും ആവശ്യപ്പെടാറുണ്ട്. അൾട്രാസൗണ്ട് എല്ലാവർക്കും ചെയ്തിട്ടുണ്ടാവും. പ്രഗ്നൻറ്റ് സമയത്തൊക്കെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യാറില്ലേ, സെയിം തിങ് അത് തന്നെയാണ്. ഇത് ബ്രസ്റ്റിനും അതേപോലെയാണ്. ഇത് യങ്ങർ പീപ്പിളിന് ബ്രസ്റ്റ് കുറച്ചും കൂടി ഡെൻസ് ആയിരിക്കും. പിന്നെ പ്രഗ്നൻറ്റ് സ്ത്രീകൾക്ക് എക്സ്റേ എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്ക്. പിന്നെ ചിലപ്പം സിസ്റ്റ് ആയിട്ട് നമുക്ക് അൾട്രാസൗണ്ടിലാണ് സിസ്റ്റ് ആണോ കട്ടി ഹാർഡ് സോളിഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അൾട്രാസൗണ്ട്, മാമോഗ്രാഫിയിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അൾട്രാസൗണ്ടിന് വേറൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഒരു ബയോപ്സി എടുക്കണമെങ്കിൽ അൾട്രാസൗണ്ട് ഗൈഡഡ് ബയോപ്സി നമുക്ക് എടുക്കാം. സോ അൾട്രാസൗണ്ട് വേറൊരു ഇമേജിങ് ടെക്നിക്കാണ്. അത് യൂഷ്വലി യങ്ങർ പീപ്പിളിനാണ് ആദ്യം ചെയ്യുന്ന, ടെസ്റ്റായിട്ട് ചെയ്യുമ്പോൾ യങ്ങർ പീപ്പിളിനാണ് ചെയ്യാറുള്ളത്. പിന്നെ ഓൾഡർ പീപ്പിളിന് നമ്മൾ മാമോഗ്രാഫിയിൽ ഒരു എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ടും കൂടെ ആവശ്യപ്പെടും. അപ്പോൾ 2ഉം കൂടെ ആകുമ്പോൾ നമുക്കൊരു ബെറ്റർ റിസൾട്ട്സ് കിട്ടും. MRI അത് ഒരു എക്സ്പെൻസീവ് ടെസ്റ്റ് ആണ്, സാധാരണ സ്ക്രീനിങ് ചെയ്യാത്തതാണ്. സോ ഓൺലി ഡൺ സ്ക്രീനിങ് പീപ്പിൾ, ഈ ബ്രാക്ക ഞാൻ പറഞ്ഞില്ലേ, ജീൻ മ്യൂട്ടേഷൻ ഒക്കെ ഉള്ള ലേഡീസിനൊക്കെ, അങ്ങനെ ഡൗട്ടുള്ള കേസസിനൊക്കെ MRI ചെയ്യുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ ബയോപ്സി ചെയ്ത് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സർജറി ചെയ്യുന്നതിന് മുമ്പ് MRI ചെയ്യും. കാരണം അത് ചെസ്റ്റ് വാളിലോ എന്തെങ്കിലും അറ്റാച്ച്ഡ് ആണോ നമുക്ക് സർജറി ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് MRI ചെയ്യും. ബയോപ്സിയിൽ ഫൈൻ നീഡിൽ FNAC ഓർ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് വെച്ചാൽ സാധാരണ നീഡിൽ സിറിഞ്ച് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നില്ല, അതുപോലെയുള്ളൂ. അതെടുത്തിട്ട് മൾട്ടിപ്പിൾ കുത്തി ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ സെൽസ് എടുക്കും.
പണ്ട് ഇത് ഒരുപാട് ചെയ്യുമായിരുന്നു. ഇപ്പൊ നമ്മൾ ബയോപ്സിയെക്കാളും കുറച്ചും കൂടെ ബെറ്റർ കോർ ബയോപ്സി ഉണ്ട്. ഈ FNACയെക്കാളും ബെറ്റർ ആണത്. അതാണ് ഇപ്പൊ കൂടുതലും ബ്രസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഈ കോർ ബയോപ്സി. മറ്റേ FNAC ചെയ്യുമ്പോൾ ലോക്കൽ അനസ്തറ്റിക്കിന്റെ ആവശ്യമൊന്നും ഇല്ല. അത് ഒരു സൂചി ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ, അത്ര പെയിൻഫുൾ ഒന്നും അല്ല. കോർ ബയോപ്സി കുറച്ച് പെയിൻ വരും, അതുകൊണ്ട് ലോക്കൽ മരയിപ്പിക്കാനായിട്ട് ഡോക്ടർ ഇഞ്ചക്ഷൻ തന്നിട്ട് ഒരു ഗണ്ണുണ്ട്, ഈ ഗൺ വെച്ച് ഷൂട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ, കാരണം കുറച്ചും കൂടെ കട്ടിക്കുള്ള ഒരു ടിഷ്യൂ കിട്ടും. അപ്പോൾ ഈ ടിഷ്യൂ നമുക്ക് ഗ്രേഡ്, ഹിസ്റ്റോളജിക്കൽ ഗ്രേഡ്, ക്യാൻസർ ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രേഡ്, പിന്നെ ചില റിസെപ്റ്റേഴ്സ് ഉണ്ട്, ഈസ്ട്രോജൻ റിസെപ്റ്റർ, പ്രൊജസ്ട്രോൺ, HER2, ഇങ്ങനെയൊക്കെ. ഈ റിസെപ്റ്റർ സ്റ്റഡി വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ കീമോതെറാപ്പി കൊടുക്കണോ വേണ്ടയോ, ഹോർമോൺ തെറാപ്പി കൊടുക്കണോ, അതൊക്കെ ഡിസൈഡ് ചെയ്യാൻ ഈ റിസെപ്റ്റർ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസറിൽ. അതൊക്കെ ഈ ടിഷ്യൂവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ടെസ്റ്റാണ് ഇപ്പോൾ സാധാ കൂടുതലും ഇപ്പോൾ ചെയ്യുന്നത് മറ്റേതിനേക്കാളും. പിന്നെ പ്രിവെൻഷൻ. സോ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ജീൻസ് ആയിട്ട് ജനറ്റിക്കലി ഉണ്ട്, ഹെറിഡിറ്ററി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആദ്യത്തെ കൊച്ചൊക്കെ ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുത്തു, അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ, കുട്ടികളെല്ലാവർക്കും വേണം, അപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരും. എന്നാൽ നമ്മളെ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ, അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, വെയിറ്റ്, അമിതമായി തടി വെക്കാൻ പാടില്ല. എക്സസൈസ്, റെഗുലർ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ്, അത് പല ക്യാൻസറും അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഹെൽത്തി ഡയറ്റ് കഴിക്കാൻ, നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫാറ്റി ഫുഡ്, ഓയിലി ഫുഡൊക്കെ കഴിയുന്നതും കഴിക്കാതിരിക്കുക. ആൽക്കഹോൾ പറ്റുന്നെങ്കിൽ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. സ്മോക്ക് ചെയ്യാതിരിക്കുക. പിന്നെ സ്ത്രീകൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക, മാക്സിമം ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി പിൽസ്, ഇങ്ങനത്തെ കുറേ പിൽസൊക്കെ ഒരുപാട് നാൾ കഴിക്കാതിരിക്കാൻ ട്രൈ ചെയ്യുക. ചില ഹൈ റിസ്ക് ലേഡീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BRCA1/2 അങ്ങനത്തെ ഉള്ള ചില ലേഡീസിനൊക്കെ നമ്മൾ ടെമോക്സിഫെൻ, റിലോക്സിഫെൻ എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് ഒക്കെ അവർക്ക് എടുക്കേണ്ടി. ഇതൊക്കെ ആന്റി ഈസ്ട്രോജൻ ടാബ്ലറ്റ്സ് ആണ്. സോ ഇൻ കൺക്ലൂഷൻ, ബ്രസ്റ്റ് ക്യാൻസർ വൺ ഓഫ് ദ ലീഡിങ് കോസ്, ലേഡീസിൽ മരണത്തിനുള്ള ഒരു വൺ ഓഫ് ദ ലീഡിങ് കോസ് ആണ്. പക്ഷെ അത് നേരത്തെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ നമുക്ക് കംപ്ലീറ്റ്ലി അത് ക്യൂർ ചെയ്യാൻ പറ്റും. കോമൺ സിംറ്റംസ് എന്താണ്? ലംപ് പെയിൻ എന്ന് പറയുന്നത് ക്യാൻസറിന്റെ ഒരു രോഗലക്ഷണം അല്ല, അത് ലേറ്റ് സ്റ്റേജസിലേ വരാറുള്ളൂ. ലംപ് ഒരു മുഴ പോലെ ഫീൽ ചെയ്യും, എവിടെ? ബ്രസ്റ്റിൽ ഫീൽ ചെയ്യാം, കക്ഷത്തിലും ഫീൽ ചെയ്യാം. പിന്നെ നിപ്പിളിന് ഡിസ്ചാർജ്, എസ്പെഷ്യലി ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ്. പിന്നെ മെജോറിറ്റി ഓഫ് ദ ലംസ്, ഈ മുഴകൾ ഫീൽ ചെയ്യുന്നത് ക്യാൻസർ അല്ല, അതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈബ്രോഡിനോമ അല്ലെങ്കിൽ സിസ്റ്റ് എന്തെങ്കിലും ആവാം. അപ്പൊ ബ്രസ്റ്റ് ക്യാൻസറുടെ നമ്മളത് ശരിക്ക് മനസ്സിലാക്കി, അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ രോഗലക്ഷണങ്ങൾ ക്യാൻസറുടെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. കാരണം അങ്ങനെ എന്തെങ്കിലും കണ്ട ഉടനെ ഡോക്ടറിനെ പോയി കണ്ട് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ ടേക്ക് ഹോം മെസ്സേജ്, ഏർലി ഡിറ്റക്ഷൻ ക്യാൻ ക്യൂർ ബ്രസ്റ്റ് ക്യാൻസർ. അതിൽ നിങ്ങൾക്ക് ഒക്കെ, സ്ത്രീകൾക്ക്, സാധാരണ ലേഡീസ്, ഹൗസ് വൈഫ്സിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എവറി മന്ത് സ്വയം സ്തന പരിശോധന ചെയ്യുന്നത്. അത് വളരെ ഒരു പൈസ ചെലവില്ല, ഒന്നുമില്ല, ഒരു 5-10 മിനിറ്റ് ഒരു മാസത്തിൽ ഒരു സ്ത്രീ അവരവർക്ക് വേണ്ടി ഒന്ന് ചെലവാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരുടെ അടുത്തും പറയാം, 20 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും സ്വയം സ്തന പരിശോധന എല്ലാ മാസവും ചെയ്യണം. എങ്ങനെ പരിശോധിക്കണം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അത് സ്പ്രെഡ് ചെയ്യാം ആ ന്യൂസ്. 20 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും സ്വയം സ്തന പരിശോധന ചെയ്തിരിക്കണം. താങ്ക് യു വെരി മച്ച്. ഈ ഒരു പടം എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ഇരുണ്ട് പിടിച്ച കാട്ടിൽ ആ സൺലൈറ്റ് വന്ന് കുറച്ച് വെളിച്ചം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇത് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിനെ പറ്റി ഇച്ചിരി വെളിച്ചം തന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. I work for Right Health, Kara Medical Center, which is a group of Right Health ഗ്രൂപ്പിലാണ് ഇപ്പോഴും. സോ ജസ്റ്റ് യെസ്. ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? തീർച്ചയായിട്ടും ഇത്രയും നല്ല ഒരു വിശദീകരണം തന്ന, ഒരു ചെറിയ സൺലൈറ്റ് അല്ല ഡോക്ടർ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്കും അറിവിലേക്കും നിറഞ്ഞ പ്രകാശം തന്നെയാണ് വാരി വിതറിയിരിക്കുന്നത്. ഇനി ഞങ്ങൾ